എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിന് ഞാൻ സമ്മാനിച്ച സ്നേഹം. അതെങ്ങനെ അമ്മൂമ്മളുടെ കയ്യില്? ചിന്തിച്ചു നോക്ക്, ചിലപ്പോൾ ഉത്തരം കിട്ടും. തെരുവിൽ കിടന്ന് നരയിക്കേണ്ടവളല്ല അവള്. അത്രയ്ക്ക് ക്രൂരത അവളോട് ദൈവം കാട്ടില്ല. എനിക്ക് മാഷിനോട് ഒരപേക്ഷയുള്ളൂ, ഒരിക്കലും നമ്മുടെ ഈ വീട്ടിൽ അവൾ അന്യാണെന്ന് തോന്നരുത്. മക്കളുടെ മേൽ അച്ഛനേക്കാൾ അധികാരം അമ്മയ്ക്കാ. എല്ലായിടത്തെയും കാര്യമല്ല, ഇവിടുത്തെ കാര്യം പറഞ്ഞതാ. അപ്പം മകന്റെ വിഷയം അമ്മ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. സാറാ കോളേജ് ടീമിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പേരിൽ സാർ ആരുടെ മുമ്പിലും തലകുനിക്കാൻ ഇടവരരുതെന്ന് ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു. തനിക്കിപ്പോൾ ഞാൻ എന്താ ഒരു ഗിഫ്റ്റ് തരുന്നത്? ദിസ് ഈസ് മൈ ഹംബിൾ പ്രസന്റ്. താങ്ക് യു സർ. അമ്മൂമ്മക്ക് A+ കിട്ടിയെന്നോ പ്രസന്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒരു പേനയും കൊണ്ട് തുള്ളിച്ചാടി പോകുന്നത് കണ്ടു. വെറുതെ ദൂരത്തെ കാണിച്ചിട്ട് ഓടി അങ്ങ് പോയി. ഒന്നും കാണാൻ പോലും പറ്റിയില്ല. എന്തു പറ്റി മാഷേ? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. സുഖമില്ലായ്മ വല്ലതും? ഏയ് ഇല്ല, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. അമ്മുവിൻ്റെ കയ്യിലിരുന്ന പേന താൻ കണ്ടല്ലോ. അതെൻ്റെ ഒരു ടച്ചിങ് മെമ്മറിയാ. എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിന് ഞാൻ സമ്മാനിച്ച സ്നേഹം. അതെങ്ങനെ അമ്മൂമ്മളുടെ കയ്യില്? ചിന്തിച്ചു നോക്ക്, ചിലപ്പോൾ ഉത്തരം കിട്ടും. അന്നത്തെ എൻ്റെ ആ സ്റ്റുഡൻറ്റാ ഇന്നത്തെ തൻ്റെ ഗസ്റ്റ്. ആര്? ഊർമിളയോ? അതെ, ഞാൻ കൊടുത്ത എൻ്റെ സമ്മാനം അവളൊരു നിധി പോലെ സൂക്ഷിച്ചു. അത്രയ്ക്ക് മൂല്യം അതിനുണ്ടായതുകൊണ്ടല്ലേ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മാഷിന് സമ്മാനം കൈമോശം വരാതിരുന്നത്. ഞാനും കുറെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ളതാ. എന്നിട്ട് എനിക്ക് ഇതുപോലുള്ള നല്ല അനുഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യം പറയാമല്ലോ ടീച്ചറെ, ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും വേദനിപ്പിച്ചതും ഈ സ്റ്റുഡൻറ്റ് മാത്രമാണ്. കടലോളം പ്രതീക്ഷയായിരുന്നു എനിക്ക് അവളെക്കുറിച്ച്. സിവിൽ സർവീസ് വരെ എത്തിപ്പിടിക്കാൻ പ്രാപ്തിയായ പെൺകുട്ടി. പക്ഷേ ഇന്ന് അവരുടെ ഭാവി അത് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നും. അതൊക്കെ മാഷിന് അവളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നുന്നതാ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നയാൾ തെറ്റിയുമ്പോഴാ നമ്മൾ ഒരുപാട് വേദനിക്കുക. ഏതായാലും ഇത്രയൊക്കെ ആയി. എന്നാ പിന്നെ മാഷിന് അവളോട് കുറച്ച് മയത്തി പെരുമാറിയാൽ എന്താ? കഴിയുന്നില്ല ടീച്ചറെ. ജീവിതം എറിഞ്ഞുടച്ചവളെ കാണുമ്പോൾ അറിയാത്ത സ്നേഹം വിദ്വേഷമായി മാറുക. അന്യരുടെ ദയയിൽ കഴിയേണ്ട ഗതികേട്. ഓ, ഇങ്ങനെ ഒരു ഫ്യൂച്ചർ അവൾക്കുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലാക്കിയപ്പോൾ ശ്യാമ അവളെ കണ്ടു. അതുകൊണ്ട് അവൾക്ക് തങ്ങാനൊരിടം കിട്ടി, സ്നേഹിക്കാൻ കുറെ ആൾക്കാരും. മറിച്ചായിരുന്നെങ്കിലോ തെരുവിലേക്ക് അവൾ വലിച്ചെറിയപ്പെടില്ലായിരുന്നോ? വയറ്റിലൊരു കുഞ്ഞിനെയും കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അവൾക്ക് തെണ്ടേണ്ടി വരില്ലായിരുന്നോ? മതി മാഷെ. മാഷ് സംസാരിക്കുമ്പോ ആ ചിത്രം എന്റെ മുമ്പിൽ തെളിയുന്നു. അതുകൊണ്ട് മതി. തെരുവിൽ കിടന്ന് നരയിക്കേണ്ടവളല്ല അവള്. അത്രയ്ക്ക് ക്രൂരത അവളോട് ദൈവം കാട്ടില്ല. എനിക്ക് മാഷിനോട് ഒരപേക്ഷയുള്ളൂ, ഒരിക്കലും നമ്മുടെ ഈ വീട്ടിൽ അവൾ അന്യാണെന്ന് തോന്നരുത്. ആരോഗ്യമുള്ളൊരു കുഞ്ഞു പിറക്കാൻ അവൾ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കട്ടെ മാഷെ. ആ, ആ മാഷ് ഇത് കുടിക്കേ.
എന്താ നീ പോണില്ലേ? ഇല്ല, എന്താ? അപ്പോഴത്തിനും കൂടി വരണം. എന്തിന്? ആവശ്യമുണ്ട്. ബാങ്കിൽ നിന്ന് ആധാർ എടുക്കപ്പോ നീ പോകേണ്ട ആവശ്യമുള്ളൂ. കാശിന്റെ ഡീലൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൂടി വരാം. എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോഴത്തും വരുന്നെങ്കിലും ഞാൻ പോന്നുള്ളൂ. ഞാനിനി ഒറ്റയ്ക്ക് പോയിട്ട് വേണം പുതിയ കഥകൾ ഉണ്ടാവാൻ. എനിക്ക് വയ്യ അപ്പോട്ടാ. അപവാദങ്ങൾ കേട്ട് കേട്ട് എനിക്ക് വയ്യ. അതുകൊണ്ടാ. ഈ അപവാദങ്ങൾ വെറുതെ ഉണ്ടാവില്ല. അതിലെന്തെങ്കിലും കഴമ്പ് കാണും. ഇല്ലെങ്കിൽ ഇവിടെ മറ്റാരെയും കുറിച്ച് കഥകൾ ഉണ്ടാകുന്നതാ. അപവാദ കഥകളുടെ രചയിതാക്കളും പ്രസാധകരും പ്രചാരകരും ഒക്കെ ഇവർ തന്നെയല്ലേ? അപ്പോ അവർക്കെതിരെ കഥയുണ്ടാവോ? അപ്പോഴത്തിന് ഇതൊക്കെ വിശ്വസിക്കാൻ നിന്നിട്ടാ എല്ലാരും എന്റെ മേൽ കുതിര കയറുന്നേ. എന്താ, ലക്ഷ്മിയച്ചിക്കെതിരെ ഞാനൊരു കഥ പറഞ്ഞു നോക്കട്ടെ? അപ്പൊ കാണാം രാമകൃഷ്ണേട്ടന്റെ ശൗര്യം. ഞാനും വേണ്ടി വന്ന അപ്പോഴട്ടം വരെ വീടിന് പുറത്തായിന്ന് വരും. എല്ലാത്തിനും സമ്മതമുള്ള അമ്മേ. കിടന്ന് തുള്ള കയറാതെ ബാങ്കിൽ പോയി ആധാരം എടുത്ത് കൊടുക്കാൻ നോക്ക്. അപ്പോഴട്ടം വരില്ലെന്ന് വാശി പിടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇനി ഇതിന്റെ പിന്നിലും വല്ല ഗൂഢനീക്കം ഉണ്ടോ? ആ ഉണ്ട്. നിന്നെ കൊല്ലാനുള്ള നീക്കം. എന്താ? എങ്കിൽ എത്ര നന്നായിരുന്നു. ഈ അപവാദം കേട്ട് ജീവിക്കുന്നതിലും നല്ലതല്ലേ? ഓ, അപ്പോ അതിന്റെ പേരിലും പള്ളിക്കലുകാര് വെള്ളം കുടിക്കുമല്ലോ. നീ ചത്ത വകയിലും. വെറുതെ ഇനി മറ്റു വിഷയത്തിലേക്ക് കിടക്കണ്ട. എന്നെ ഒറ്റയ്ക്ക് വിടാതെ എന്റെ ഒപ്പം വാപ്പേട്ടാ പ്ലീസ്. എനിക്ക് വരാൻ പറ്റില്ല. വേറെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ആധാരം എടുത്ത് കൊടുത്തിട്ട് വേഗം വരണം. അതിനു മുമ്പ് ആരും അത്ര പെട്ടെന്ന് നിന്നെയും കൊണ്ട് ഒളിച്ചോടി പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെ പറയുന്നത്. പോയിട്ട് വേഗം വരാൻ നോക്ക്. തറവാട്ടിൽ ആകെ ഒരു താളം തെറ്റൽ പോലെ. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് പൊട്ടിമുളയ്ക്കുന്ന പോലൊരു തോന്നൽ. അപ്പൂൻ്റെ കാര്യം തന്നെ എടുക്കാം. കുറച്ച് ദിവസമായിട്ട് വിരൽ പിടിച്ച് ഓടുകയല്ലേ അവൻ. ചോദിച്ചാൽ പറയും എന്തൊക്കെയോ ബിസിനസ്സിൻ്റെ കണക്കുകളും കാര്യങ്ങളും എന്നൊക്കെ. എന്നാൽ അച്ഛനെന്നും പറഞ്ഞൊരാളുണ്ട്. വെറുതെ ആഹാരം കഴിച്ചുകൊണ്ട് ഉമ്മറത്തിരുന്ന് വെറ്റില ചവയ്ക്കാതെ ചെറുക്കനോട് കാര്യം അന്വേഷിക്കുവോ? അതുമില്ല. മക്കളുടെ മേൽ അച്ഛനേക്കാൾ അധികാരം അമ്മയ്ക്കാ. എല്ലായിടത്തെയും കാര്യമല്ല, ഇവിടുത്തെ കാര്യം പറഞ്ഞതാ. അപ്പം മകന്റെ വിഷയം അമ്മ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓ, നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് എന്നെ തല്ലണം. ആഹാ, ഇവളിത് എങ്ങോട്ടാടാ പോകുന്നത്? ബാങ്കിലേക്ക്. പീറ്ററിന് ബാങ്കിലിരിക്കുന്ന ആധാരം എടുത്തു കൊടുക്കണം. അതിന് ഇവിടെ ഒറ്റയ്ക്കാണോ പോകുന്നത്? ആ. നീ ഇതെന്ത് ഭാവിച്ചാടാ അപ്പു? തറവാട്ടുകാർ മാത്രം അറിഞ്ഞ രഹസ്യം നാട്ടിൽ മുഴുവൻ പാട്ടാക്കാനാണോ നിന്റെ പുറപ്പാട്? കണ്ണി കണ്ടവനുമായിട്ട് ചുറ്റിത്തിരിയാൻ സ്വന്തം ഭാര്യ പറഞ്ഞു വിടുന്നു. നാണം കെട്ടവൻ. എനിക്കൊപ്പം വരാൻ ഞാൻ അപ്പോഴത്തിനോട് പറഞ്ഞതാ. ഓ, വരുന്നില്ലാന്ന് കണ്ടപ്പോ അണിഞ്ഞൊരുങ്ങി ഇറങ്ങി കുടുംബ മഹിമ നിലനിർത്താൻ. പീറ്ററുമായി ബാങ്ക് വരെ പോയെന്ന് കരുതി ഭൂകമ്പം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാ ഭൂകമ്പം ഉണ്ടാവുന്നത്? പെങ്ങള് കഴകക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴും അനന്തരവൻ എവിടുന്നോ വന്ന ഒരുത്തിയായിട്ട് മകളെയും കൊച്ചുമക്കളെ ഉപേക്ഷിച്ച് നാട് വിട്ടപ്പോഴും നിങ്ങൾ മിളിങ്ങസ്യാന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്നേല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അനന്തരവരുടെ തോന്നിയാസത്തിനും കൂട്ടു നിൽക്കുക. അപ്പോട്ടാ, ഞാൻ എന്താ വേണ്ടത്? അപ്പോട്ടൻ പറയുന്ന പോലെ കേക്കാം. നീ പൊയ്ക്കോ. പോയിട്ട് അധികം വൈകാതെ എത്തിയാൽ മതി. അവൻ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തിനാ നിൽക്കുന്നത്? പോയിട്ട് വാ. ചെല്ലു. എന്റെ നേരെ കണ്ണുരുട്ടണ്ട. അവളുടെ മേൽ നിന്നേക്കാൾ അധികാരമുണ്ട് അവളുടെ ഭർത്താവിന്. അവനാ അവളെ പറഞ്ഞു വിട്ടത്. നന്നായിടാ മോനെ. ഭർത്താക്കന്മാരായ ഇങ്ങനെ തന്നെ വേണം. ദേ പിന്നൊരു കാര്യം, ഇതിന്റെ പേര് കുടുംബത്തുള്ളവർക്ക് വഴി നടക്കാൻ പറ്റാതെ വന്നാലേ ആ നാണക്കേട് സഹിച്ചുകൊണ്ട് നിന്റെ അമ്മ ജീവിക്കില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് പൊയ്ക്കോണം. കെട്ടിയോടെ കൈയും പിടിച്ചോണ്ട് ഏത് നരകത്തിലേക്കെങ്കിലും. പറഞ്ഞില്ലെന്ന് വേണ്ട.
ആ, മായ വണ്ടി കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട പീറ്ററേട്ടാ, ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. ഞാൻ ആ വഴിയല്ലേ മായ പോകുന്നത്, പിന്നെന്തിനാ ഓട്ടോ? അത് ശരിയാവില്ല. അതെന്താ അങ്ങനെ? ഒന്നുമില്ല, ഞാൻ പൊയ്ക്കോട്ടെ. മായ ഒന്ന് നിന്നേ. എന്താ മായേ, എന്താ തനിക്ക് പറ്റിയേ? ഇല്ല, ഒന്നുമില്ല പീറ്ററേട്ടാ. എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ എത്ര കാലമായി മായെ കാണാൻ തുടങ്ങിയിട്ട്. ഈ മുഖത്തൊരു നേഴ് തട്ടി എനിക്കറിയാം. എന്തൊക്കെ മായ അലട്ടുന്നുണ്ട്. പേടിച്ചിട്ടാ പീറ്ററേട്ടാ, കഥകളെ പേടിച്ചിട്ടാ. കഥകളോ? അതെ, എന്നെയും പീറ്ററേട്ടനെയും ചേർത്ത് വലിയ വലിയ കെട്ടുകഥകളാ കുടുംബത്ത് പ്രചരിക്കുന്നത്. അപ്പുവേട്ടനെ പോലും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം അവർ പറഞ്ഞു മാറ്റിയെടുത്തിരിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഭാര്യയെ സംശയിക്കുന്നവൻ ആണത്തുള്ളവനല്ല. ഭാര്യയ്ക്ക് മറ്റൊരുവനുമായി അവിഹിതമുണ്ടെന്ന് കരുതുന്നത് തന്നെ സ്വന്തം കഴിവില്ലായ്മയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. വേണുവേട്ടന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് അവർ പറയുന്നത്. നേരും നെറിയുമില്ലാത്ത ആൾക്കാരാ ചുറ്റിനും. സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനേക്കാൾ താല്പര്യം അന്യന്റെ പോരായ്മകൾ കണ്ടെത്തുന്നതില്ല. മറ്റുള്ളവരുടെ വേദനയിൽ സുഖം അനുഭവിക്കുന്ന വർഗങ്ങൾ. പറയുന്നവരെന്ത് പറയട്ടെ, നമ്മുടെ നന്മ നമ്മൾ മുറുകെ പിടിക്കുക. ഞാനൊരു പെണ്ണല്ലേ? ഇപ്പൊ വീട്ടുകാര് മായി തോന്നിയതൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു നടക്കുന്നു. നാളെ അതൊക്കെ കേട്ട് നാട്ടുകാരും എന്നെ ആ രീതിയിൽ കണ്ടാലോ? പിന്നെ അവരെന്തൊക്കെയാവും എന്നെ കുറിച്ച് പറഞ്ഞു നടക്കുക? ഭർത്താവ് കഴുത്തിലണിഞ്ഞ താലിമാലയുടെ പരിശുദ്ധി കാക്കാത്തവൾ, ഭർത്താവ് ജീവിച്ചിരിക്കെ കാമുകനെ തേടിപ്പോയവൾ, അങ്ങനെ പലതും. ഞാനൊന്ന് പള്ളിക്കലേക്ക് വരാം, കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ വേണ്ട, പിന്നെ അതിന്റെ പേരിലാവും കലഹം തുടങ്ങുക. ഞാൻ പീറ്ററേട്ടനെ കൊണ്ട് മനഃപൂർവ്വം വന്നതാണെന്നും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചതാണെന്നും അവിടെയുള്ളവർ ധരിക്കും. ഈ കുറ്റപ്പെടുത്തലും ശാസനയും മാത്രമേ ഉള്ളൂ, അതോ ശാരീരിക പീഡനങ്ങളും? ഏയ് ഇല്ല. ഭർത്താവിനെ സംരക്ഷിക്കാനായി ഒരു ഭാര്യ ഒളിക്കുന്ന സത്യം. മായയിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാ ഞാൻ ഈ ചോദ്യം ചോദിച്ചതും. സത്യം പറഞ്ഞില്ലെങ്കിലും അറിയാം, മാനസികമായി മാത്രമല്ല ശാരീരികമായും നീ ഒരുപാട് പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന്. സാരമില്ല, ഒക്കെ ശരിയാവും. മായ ഏതായാലും കാർ കയറി. ഓഫീസിലേക്ക് പോകുമ്പോഴേ ഞാൻ വഴിയിലിറക്കാം. അവിടുന്ന് ഒരു ഓട്ടോയിൽ പോയിക്കോ. വാ, കയറുന്നേ, വാ. ശരി. ആ